ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ആദീസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കറിയാമല്ലോ ഞാനിന്ന് വന്നത് എൻ്റെ ചിലവർ ചിന്തിക്കും, ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു, ചിലവർ ചിന്തിക്കും ഇതിന് മാത്രം പറയാനുണ്ടോയെന്ന്. പക്ഷെ നമ്മൾ ചെറിയ യൂട്യൂബുകാരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യം തന്നെയാണല്ലേ. ഞാൻ തംബ്നെയിലിൽ കണ്ട പോലെ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ പക്ഷേ 500 സബ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും നമ്മുടെ ആ ഷോപ്പിംഗ് ആപ്പൊക്കെ ചില യൂട്യൂബേഴ്സ് പറയുന്നതായിട്ട് നമുക്ക് അങ്ങനെ ഏൺ ചെയ്യണം, അങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മുടെ 500 സബ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 2025 ഒക്ടോബറിൽ ആണ്. എന്നിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇടാനൊന്നും പറ്റിയില്ല. ഏകദേശം ഞാനൊരു 3 യൂട്യൂബ് ചാനലോളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം 2 ഞാൻ മടുത്തു പോയതാണ്. അതായത് നമ്മൾ കുറച്ച് നാൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ തെറ്റ് ചെയ്യരുതെന്നാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യത്തെ 2 യൂട്യൂബ് ചാനലെന്ന് പറയുന്നത് എൻ്റെ പഴയ ഇമെയിൽ ID തന്നെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്, പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാനുള്ള മടി, ആ മടി കൊണ്ട് തന്നെയാണ്, കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, ആ മടി കൊണ്ടാണ് എൻ്റെ ആ 2 യൂട്യൂബ് ചാനലും എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നത്. പിന്നെ 3ാമത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം ഓരോ യൂട്യൂബേഴ്സിൻ്റെ തന്നെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് 3ാമത് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷേ ചിലപ്പോൾ ദൈവം തന്നെ വിചാരിച്ചാണ് നിന്നെക്കൊണ്ട് ഇത് നടക്കത്തില്ല എന്ന്. കാരണം എൻ്റെ ഫോൺ പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID ഉള്ള ആ ഫോണ് പോയി. പിന്നെ ആ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും ആ ഫോൺ ശരിയാക്കണമെങ്കിൽ നമ്മൾ ഒരു പുതിയ ഫോൺ മേടിക്കുന്നതിൻ്റെ അത്രയും കാശ് കൊടുക്കണം. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു വേണ്ട, അത് പോട്ടെ എന്ന് വെച്ചു. കാരണം പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് 100 സബ് അടുക്കാറായപ്പോൾ എനിക്ക് വലിയ ശരിക്കും ഞാൻ ഒത്തിരി സന്തോഷിച്ചു കേട്ടോ. നല്ല സന്തോഷിച്ചൊരു ചാനലായിരുന്നു അത്. പക്ഷേ എനിക്കൊന്നും ദൈവം തന്നെ വിചാരിച്ചു അത് വേണ്ടാന്ന്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നമുക്കത് റിക്കവർ ചെയ്യാം, പിന്നെ എത്രയും കാശാവുമല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് ആ ചാനൽ ചിലർ കാണുന്നുണ്ടാവും, ആദീസ് നെസ്റ്റ് എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ. പിന്നെ ഞാൻ കുറേ നാൾ ഇതുപോലെ ഇത് വിഷമിച്ചിരുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പുതിയ ഫോൺ എടുത്തതിന് ശേഷം വീണ്ടും പുതിയ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു യൂട്യൂബ് ചാനലാണ് ആദീസ് ലിറ്റിൽ വേൾഡ്. അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇതാവുമായിരുന്നു. ചിലപ്പോൾ ഇനി അതിൻ്റെ തന്നെ കണ്ടിട്ട് ആ ചാനൽ കണ്ടിട്ട് ആ സബ് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവം എന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന് ഞാൻ അത് ഡിലീറ്റ് ആക്കിയതാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1 മാസത്തോളം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടില്ല. അപ്പം 4.5 മാസം കൊണ്ടാണ് നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റായിട്ട്, പക്ഷേ നമുക്ക് വാച്ച് അവർ കൂടുന്നു. ഞാനിതിൽ നിന്ന് പഠിച്ച, നമ്മൾ എല്ലാം പുതിയതായിട്ട് ഓരോന്നും ചെയ്യപ്പോഴാണല്ലോ പഠിക്കുന്നത്. ഇതിൽ നിന്ന് പഠിച്ച പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രമേ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഷോർട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് 10 മില്യൺ വ്യൂസ് 90 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. പക്ഷേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 4000 വാച്ച് അവേഴ്സ്. അപ്പോൾ ലോങ് വീഡിയോസിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത എയിമെന്ന് പറയുന്നത് നമ്മുടെ 500 സബ്ബൂടെ വേണം, പിന്നെ നമ്മുടെ 4000 വാച്ച് അവേഴ്സ്. അപ്പോൾ ഞാൻ ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു 6 മന്ത്സോളം ആദ്യത്തെ ഒരു ഹാഫ് മന്ത് ചെയ്തില്ല.
പിന്നെ ഞാനങ്ങ് കൺസിസ്റ്റൻ്റായിട്ട് ഷോർട്സ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. 1-2 ലോങ് വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ വീണ്ടും നന്ദി പറയുകയാണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. അപ്പോൾ ഇനിയും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്തവരോട് ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് നടക്കും. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, വീട്ടമ്മമാർക്കാണെങ്കിലും ഒക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാനുള്ള സെറ്റിങ്സ് എല്ലാം യൂട്യൂബിൽ തന്നെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. അങ്ങനെ അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വലിയ സന്തോഷമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ 500 സബ് എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഇപ്പം ഞാനിപ്പോൾ ഇതുവരെ ഫോളോ ചെയ്ത കാറ്റഗറി എന്ന് പറയുന്നത് 3 ഷോർട്സ് പെർ ഡേ ആണ്. ഡെയിലി ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ ഞാനും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം കണ്ട് നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ ഏതൊരു ജോലിയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. ശരിക്കും എന്നോട് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുക തന്നെ ചെയ്യും. ഇത് എൻ്റെ ഈ വീഡിയോ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഒരിക്കലും ഒരു 100 സബ്സ്ക്രൈബേഴ്സ് പോലും ആവുമെന്ന് ഞാൻ വിചാരിച്ച് തുടങ്ങിയ ഒരു ചാനലല്ല ഇത്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ ഫാമിലീസിന് ഷെയർ ചെയ്തോ അവരൊന്നും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല. ഇത് വേറൊരു കാര്യം. എൻ്റെ അമ്മയും ഹസ്ബൻഡും മാത്രം ചെയ്തിട്ടുണ്ട്. ബാക്കി ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അവർ അങ്ങനെ നമ്മൾ ചെയ്യിപ്പിച്ചാലുള്ള ഒരു ദോഷമെന്ന് പറയുന്നത് ശരിക്കും അവർ വീഡിയോസ് കാണത്തില്ല. നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ അവരൊന്ന് സബ് ചെയ്ത് വിടും, അവർ വീഡിയോസ് കാണത്തില്ല. അപ്പം അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് ഉപയോഗമില്ല. നമുക്ക് കയറുന്ന സബ്ബെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കയറുന്ന സബ്ബാണ്. അങ്ങനെ കയറുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് റീച്ചാവും. അങ്ങനെയാണ് എനിക്ക് 500 സബ്, അതായത് ഒരു ലോങ് വീഡിയോ ഇടാതെ പോലും എനിക്ക് പെട്ടെന്ന് സബ് കൂടിയത് എൻ്റെ ഷോർട്സ് വഴിയാണ്. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ഏറ്റവും നല്ല വഴി ഷോർട്സ് തന്നെയാണ്. പക്ഷേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താൽ കൂടെ മാത്രമേ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ലോങ് വീഡിയോസും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എല്ലാവരോടും നന്ദി പറയുന്നതാണ് കേട്ടോ. എല്ലാവരും ഇനിയും എന്നെ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.